ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദേവനും ഗൗരിയും വീട്ടിലെത്തി. അവരെ കാണാതെ വിഷമിച്ച് ഉമ്മറത്ത് തന്നെ അമ്മയും ഗൗതമും അനന്യയും ഉണ്ടായിരുന്നു. ഗൗരിയും ദേവനും മുഖാമുഖം ഒന്ന് നോക്കി. കാറിൽ നിന്നും ഇറങ്ങാൻ നേരം ദേവൻ ഗൗരിയോട് പറഞ്ഞു, ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, അവനുമായി വല്ലാതെ കൂട്ടുവേണ്ട, എനിക്കത് ഇഷ്ടമല്ല. അവൾ തലയാട്ടി. പിന്നെ നിങ്ങളോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എഗ്രിമെൻ്റ് കളയോ? പിന്നെ കളയാതെ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ആ പെണ്ണുമായി വല്ലാത്ത കൂട്ടുവേണ്ട. ഓ, അപ്പോൾ പൊള്ളുന്നുണ്ടായിരുന്നു അല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ദേവനെ നോക്കി. വാ, ഇറങ്ങാം, നമ്മളെയും കാത്ത് ദേ നിൽക്കുന്നു അവർ, ഇറങ്ങാം. രണ്ടാളും കാറിൽ നിന്നും ഇറങ്ങി. ഗൗതം അവരുടെ അടുത്തേക്ക് വന്ന് ഗൗരിയെ കെട്ടിപ്പിടിച്ചു. ഒരു ഞെട്ടലോടെ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ദേവൻ നിന്നു. ഗൗരിയും പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിത്തെറിച്ചു. ദേവൻ അങ്ങോട്ടേക്ക് ചെന്ന് ഗൗതമിനെ വലിച്ചു മാറ്റി അവൾക്ക് മുന്നിൽ നിന്നു. നീ എന്താ ഗൗതം ഇപ്പോൾ ചെയ്തത്? ദേവൻ ദേഷ്യത്തോടെ തിരക്കി. ദേവാ, എനിക്ക് വിഷമമുണ്ടാവില്ലേ? ഇന്നലെ മുതൽ ടെൻഷൻ അടിച്ച് നടക്കുമായിരുന്നു. അതിന് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ദേവൻ ഗൗരിയുടെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അത് കണ്ടപ്പോൾ ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. മക്കളെ, എവിടെയായിരുന്നു നിങ്ങൾ? അമ്മേ, എല്ലാം പറയാം, വാ. ഗൗരിയുടെയും ദേവൻ്റെയും കൈകൾ വിടിയിച്ചുകൊണ്ട് അനന്യ ദേവനെ കെട്ടിപ്പിടിച്ചു. ഞാൻ ഒരുപാട് പേടിച്ചു ദേവാ. ദേവൻ അവളെ തള്ളി മാറ്റിക്കൊണ്ട് അകത്തേക്ക് പോയി. അമ്മയും ഗൗരിയും ദേവനും അകത്തേക്ക് പോയി. ഗൗതം അനന്യയുടെ അടുത്തേക്ക് ഓടി വന്നു. കണ്ടില്ലേ അവൻ്റെ മാറ്റം? ഇനി വിട്ടുകൊടുക്കരുത്. കൈവിട്ടു പോകും മുന്നേ നിങ്ങളുടെ വിവാഹം നടത്താൻ നോക്ക്. അവൾ ദേഷ്യത്തിൽ കയറിപ്പോയി. അന്ന് രാത്രി ഗൗരിയും ദേവനും പരസ്പരം മിസ് ചെയ്യുന്ന പോലെയായിരുന്നു. അവൾ ദേവൻ്റെ ഫോട്ടോസ് നെഞ്ചോട് ചേർത്ത് വെച്ചു. ദേ നോക്ക്, ഞാൻ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ദേവനും. അവളുടെ കൂടെ രാവിലെ എടുത്ത സെൽഫിയിലേക്ക് നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു, ഡി കോളനി, നിന്നെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അവൾ പതിയെ ആ ഫോട്ടോയുമായി ടെറസിലേക്ക് നടന്നു. അവിടെ പുഞ്ചിരിച്ച് നിൽക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളുമാണ് അവളുടെ കൂട്ടുകാർ. അവൾ ദേവൻ്റെ ഫോട്ടോയും നോക്കി ഊഞ്ഞാലിലിരുന്നു. നേരം ഒരുപാടായിട്ടും ദേവനും ഉറക്കം വന്നില്ല. ദേവനും ടെറസിലേക്ക് നടന്നു. അവിടെ ഗൗരി ഇരിക്കുന്നത് കണ്ട് ഒരുപാട് സന്തോഷം തോന്നി. ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ഒരു ഞെട്ടലോടെ അവൾ അവനെ നോക്കി. പേടിച്ചു? ഏയ്, നിന്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് കേൾക്കാം. അവളൊന്ന് ചിരിച്ചു. എന്തേ, നിങ്ങൾക്ക് ഉറക്കല്ലേ? കിട്ടുന്നില്ല, അപ്പം ഇങ്ങോട്ട് വന്നതാ. ഓ, എനിക്കും ഉറക്കം കിട്ടിയില്ല. അല്ല, എന്താ കയ്യിൽ? ഏയ്, ഒന്നുമില്ല. അവൾ പിന്നിലേക്ക് പിടിച്ചു. പറ. ഏയ്, ഒന്നുമില്ല. ദേവൻ അവളുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി. അവൾ പതിയെ തല താഴ്ത്തി. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ മിസ് ചെയ്തു അല്ലേ? അവൾ പതിയെ കണ്ണുകൾ ഉയർത്തി. എന്തോ പോലെ. നിങ്ങൾക്കെന്നെ മിസ് ചെയ്തു? എവിടുന്ന്? ഞാൻ ഓഫീസിലെ ഓരോന്ന് ആലോചിച്ച് കിടക്കുകയായിരുന്നു. ഓ, അപ്പോൾ എന്നെ മിസ് ചെയ്തില്ല അല്ലേ? ഇല്ല. ആയിക്കോട്ടെ. പിന്നെന്താ? പിന്നെ ഒന്നുമില്ല, ഞാൻ പോവാണ്. അവളൊരു കുറുമ്പോടെ എഴുന്നേറ്റ് പോകാൻ നോക്കി. ദേവൻ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർത്തു. എനിക്ക് നിന്നെ മിസ് ചെയ്യാതിരിക്കുമോ? രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി. ദേവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടുകളിൽ ഉടക്കി. ഞാനൊന്ന് കടിക്കട്ടെ? എന്ത്? അവൾ തിരക്കി. ചുണ്ട്. അവൾ അവളുടെ ചുണ്ട് ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിട്ടു. ദേവൻ അവളുടെ കവിളിൽ പതിയെ പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിനെ പതിയെ ഉയർത്തി. അവളുടെ കാലുകൾ ദേവൻ്റെ കാലിന് മുകളിലായി അവൾ കയറ്റി വെച്ചു. ഗൗരി ദേവനേക്കാൾ ഒരുപാട് ചെറുതാണ്. ദേവൻ പതിയെ അവളുടെ ചുണ്ടിനെ കടിച്ചു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. ദേവൻ അവളുടെ നടുവിന് പിടിച്ചുകൊണ്ട് അവളെ കൂടുതൽ അടുത്തേക്ക് ചേർത്തു. അവൾ ദേവൻ്റെ പുറത്ത് പതിയൊന്ന് തോണ്ടി. ദേവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. അവൾ മതിയെന്ന് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഇല്ല എന്ന് ദേവനും. എങ്ങനെയൊക്കെ കിടന്നിട്ടും ഉറക്കം കിട്ടാതെ അനന്യ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ദേവൻ്റെ അടുത്തേക്ക് പോകാം, അവൻ ഉറങ്ങിക്കാണില്ല. വിവാഹകാര്യവും പറയാം. അവൾ നേരെ ദേവൻ്റെ റൂമിലേക്ക് നടന്നു. എന്നാൽ റൂം തുറന്ന് കിടപ്പുണ്ട്. അവിടെ ദേവനെ കാണാനില്ല. അവൾ റൂം മുഴുവൻ തിരഞ്ഞു. അവനെ കണ്ടില്ല. ദേവനിത് എവിടെ പോയി? അപ്പോഴാണ് ടെറസിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത്. അവൾ അങ്ങോട്ടേക്ക് നടന്നു. അവിടെ മറ്റൊരു വാതിലും അവൾ കണ്ടു. കണ്ടാൽ ചുമരാണെന്ന് തോന്നിച്ചിരുന്ന ഒരു വാതിൽ, അതും തുറന്നു കിടപ്പുണ്ട്. ഇവിടെ ഇങ്ങനെയൊരു റൂം ഉണ്ടായിരുന്നു. അവൾ അകത്തേക്ക് കയറി. അതെ, അതാണ് നമ്മുടെ ഗൗരിയുടെ റൂം. അവളത് കണ്ട് ആശ്ചര്യപ്പെട്ടു. ഇത് അവളുടെ റൂമായിരുന്നു. ദേവനുമായുള്ള ഫോട്ടോസ് അവൾ അവിടെ കണ്ടു.
ശരിയാക്കി തരാം ഞാൻ. അവൾ ദേഷ്യത്തിൽ ടെറസിലേക്ക് കയറി. അവിടെ നിന്നിരുന്ന ദേവനെയും ഗൗരിയെയും അവൾ കണ്ടു. എന്നാൽ അനന്യയെ അവർ കണ്ടതുമില്ല. ദേഷ്യം സഹിക്കാൻ പറ്റാതെ അനന്യ അവർക്ക് നേരെ ചെന്നു. ഗൗരിയെ ദേവന്റെ അടുത്ത് നിന്നും വലിച്ചെടുത്തു. അനന്യയെ കണ്ടതും ഗൗരി ഒന്ന് പതറി. എങ്കിലും ദേവനുള്ള ധൈര്യമായിരുന്നു അവൾക്ക്. ഡി നീ! അനന്യ അവളുടെ കരണത്താഞ്ഞടിച്ചു. ആ അടിയുടെ ശക്തിയിൽ അവളുടെ കവിളുകൾ ചുമന്നു. ദേവൻ ഗൗരിയെ ചേർത്ത് പിടിച്ചു. നീ എന്താ അനന്യായി ചെയ്തത്? ദേവാ, നീ അവളെ വിട്, അവൾ ഉച്ചത്തിൽ പറഞ്ഞു. ഉറക്കത്തിൽ നിന്നും ഗൗതം ഞെട്ടിയുണർന്നു. എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ ഗൗതമിന് തോന്നി. ദേവനോട് അവളെ വിടാനാണ് പറഞ്ഞത്. അനന്യയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. ഗൗതം പുറത്തേക്കിറങ്ങി ശബ്ദം എവിടെ നിന്നുമാണെന്ന് വീക്ഷിച്ചു. അതെ, ടെറസിൽ നിന്ന് തന്നെ. എന്തോ സംഭവിക്കുന്നുണ്ട്. ഗൗതം ടെറസിലേക്ക് നടന്നു. അവിടെ മങ്ങിയ വെളിച്ചത്തിൽ ഗൗതം ദേവനെയും ഗൗരിയെയും അനന്യയെയും കണ്ടു. ദേവൻ ആരെയോ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഗൗതം ടെറസിലെ ലൈറ്റ് ഓൺ ചെയ്തു. മൂവരും ഗൗതമിനെ നോക്കി. എന്താ എന്താ ഇവിടെ? ഗൗതം തിരക്കി. ഗൗതം, കണ്ടില്ലേ, നിന്നെ പറ്റിച്ചുകൊണ്ട് ഇവൾ ഇവിടെ എൻ്റെ ദേവനുമായി അഴിഞ്ഞാടുകയാണ്. ഗൗതം ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ദേവന്റെ കൈകൾ അവളുടെ ദേഹത്ത് നിന്നും എടുത്തു മാറ്റി. ദേവൻ ഗൗതമിനെ തന്നെ നോക്കി. ഗൗതം ഗൗരിയെ അവനോട് ചേർത്ത് നിർത്തി. ദേവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അനന്യ ദേവന്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. ദേവൻ ഗൗരിയെ തിരിഞ്ഞു നോക്കി. ഗൗരി ഗൗതമിന്റെ കൈകളെ തട്ടിമാറ്റുന്നത് ദേവൻ കണ്ടു. ഗൗതം, മതി, ഇതോടെ നാടകം അവസാനിപ്പിക്കാം. ഇനി നീ തിരിച്ചു പോകണം. എനിക്കെൻ്റെ ദേവനെ കിട്ടി. നിനക്ക് അനന്യയും കൂട്ടി പോകാം. ഗൗതം ചിരിച്ചുകൊണ്ട് ഗൗരിയെ നോക്കി. ആ ചിരിയിൽ ഒരു ചതി അവൾക്ക് മനസ്സിലായി. ഇനി ഞാൻ പോകണം അല്ലേ? അതെ. ഇനി പോകുവാണേൽ നീയും ഉണ്ടാകും കൂടെ. എന്ത്? അതെ, എനിക്ക് അനന്യയല്ല, നിന്നെയാണ് വേണ്ടത്. ചീ, നിർത്തടാ. നിന്നെ വേണ്ടാത്ത ദേവനെ എന്തിനാ നിനക്ക്? അതുപോലെ എന്നെ വേണ്ടാത്ത അനന്യയെ എനിക്കും വേണ്ട. നമുക്കൊന്നിക്കാം. നീ എന്ത് വൃത്തികെട്ടവനാണ് ഗൗതം. നിന്റെ ഉള്ളിൽ ഇതായിരുന്നോ? അല്ല, എനിക്ക് അനന്യ വേണമെന്നായിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ ഞാനില്ല. എനിക്ക് നിന്നെ വേണം. നമുക്കൊന്നിക്കാം ഗൗരി. ഗൗതമിൻ്റെ തൊട്ടുകൊണ്ടുള്ള പെരുമാറ്റം അവളെ വല്ലാതെയാക്കി. ഗൗതമിൻ്റെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ റൂമിലേക്ക് ഓടി വാതിലടച്ചു. ഗണേശ, എന്താ ഞാനീ കേൾക്കുന്നത്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. എല്ലാം ശരിയായി വന്നതായിരുന്നു. പിന്നെ ദേ അടുത്ത പ്രശ്നം. വേണ്ടായിരുന്നു, അവനെ കൊണ്ടുവരേണ്ടായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗൗരി പറഞ്ഞു. ഗൗരി, വാതിൽ തുറക്ക്. ഗൗതം പുറത്തുനിന്നും പറഞ്ഞു. അവൾ ഭയന്നുകൊണ്ട് വാതിലിൻ്റെ മറുവശം ചാരി നിന്നു. ഈ സമയം, ദേവാ, നിനക്കെന്താ ഭ്രാന്തായോ അവളെ പ്രണയിക്കാൻ? പിന്നെ ഞാനെന്തിനാ? ദേവൻ തിരിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അനന്യയെ നോക്കി. അവളെ വലിച്ചു നിർത്തിക്കൊണ്ട് കരണത്ത് മാറി മാറി അടിച്ചു. ദേവാ! തല നിവർത്തിക്കൊണ്ട് അനന്യ വിളിച്ചു. ചീ, നിർത്തടി. മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിക്കോണം. നീ അടിച്ചത് വെറുമൊരു വേലക്കാരിയാണെന്ന് കരുതിയോടി? അവളെൻ്റെ ഭാര്യയാണ്. ഈ ദേവൻ താലി കെട്ടിയവൾ. അനന്യൊന്ന് ചിരിച്ചു. ദേവൻ സംശയത്തോടെ അവളെ നോക്കി. അറിയാം, അത് കരാർ ഭാര്യയല്ലേ. വലിയ വിലയില്ലാത്ത ബന്ധം. ചീ, നിർത്തടി. ദേവൻ അലമാരയ്ക്ക് മുകളിൽ ആ പേപ്പർ തിരക്കി. എന്നാൽ അവിടെ അത് കണ്ടില്ല. തിരക്കണ്ട ദേവാ, അത് ഞാൻ ഇങ്ങെടുത്തു. പിറ്റേന്ന് രാവിലെ. നേരം ഏറെയായിട്ടും ദേവനെ താഴേക്ക് കാണാതെ ഗൗരി വിഷമിച്ചു. അവൾ പതിയെ ദേവന്റെ റൂമിലേക്ക് നടന്നു. ദേവന്റെ മുറിയുടെ കതകിൽ തട്ടി. എന്നാൽ വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല. അവൾ വാതിലൊന്ന് തള്ളി നോക്കി. അകത്ത് നിന്നും ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അവൾ അകത്തേക്ക് കയറിയപ്പോൾ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് കണ്ടത്. ദേവൻ മദ്യപിച്ചിരിക്കുന്നു. ആ മുറി മുഴുവൻ ആകെ കോലം കെട്ടി കിടക്കുന്നത് കണ്ട് ഗൗരി അന്തം വിട്ടു. പെട്ടെന്നാണ് ഒരാൾ കുപ്പിയുമായി വരുന്നത് കണ്ടത്. ഡോ, എങ്ങോട്ടാ? ദേവൻ സാർ കൊണ്ടുവരാൻ പറഞ്ഞതാ. കൊണ്ടുപോടോ, ഗൗരി അദ്ദേഹത്തോട് ദേഷ്യത്തോട് പറഞ്ഞു. അവൾ ദേവനെ പതിയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് ബെഡിലിരുത്തി. ദേവൻ അവളുടെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. ഗൗരി, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നാവ് കുഴഞ്ഞുകൊണ്ട് ദേവൻ തിരക്കി. എന്താ നിങ്ങളീ ചെയ്തത്? എന്തിനാ നിങ്ങൾ മദ്യപിച്ചത്? ഗൗരി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൾ നിന്നെ ഇന്നലെ അടിച്ചില്ലേ? എനിക്കത് സഹിച്ചില്ല. പിന്നെ ഗൗതം, അവൻ നിന്നെ സ്വന്തമാക്കുമോ? നീ അവൻ്റെ കൂടെ പോവോ? ഗൗരി, എനിക്ക് ആരുമില്ലാതെ ആവും. ദേവനും കരഞ്ഞുകൊണ്ട് സംസാരിച്ചു. മദ്യപിച്ച് ലെക്ക് കെട്ട് ദേവൻ എന്തൊക്കെയോ അവളോട് പറഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനന്യയുടെ വരവ്. നീ നീ പിന്നെയും ഈ റൂമിൽ കയറിയല്ലേ? ഇറങ്ങടി റൂമിൽ നിന്നും, അനന്യ ദേഷ്യത്തോടെ ഗൗരിയോട് പറഞ്ഞു. അത് പറയാൻ നീ ആരാ?
നാവ് കുഴഞ്ഞുകൊണ്ട് ദേവൻ തിരക്കി. നീ ദേവന്റെ ബലത്തിൽ ഈ റൂമിൽ നിൽക്കാൻ നോക്കണ്ട, ഇറങ്ങിപ്പോകാൻ നോക്ക്. മദ്യപിച്ച് ലെക്ക് കെട്ട് പിച്ചുമ്പയും പറയുകയാണ് ദേവൻ. നീ ഇറങ്ങാൻ നോക്ക്. ഇത്രയും കാലം നീ പറയുന്നതും നിന്റെ ആട്ടും തുപ്പും കേട്ട് ഞാൻ ഇവിടെ നിന്നു. അനന്യ, ഇനി അത് പറ്റില്ല. ഞാൻ ദേവന്റെ ഭാര്യയാണ്. ഓഹോ, അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞാൻ മാത്രമല്ല, മണ്ഡപത്തിൽ ഗണേശസ്വാമിയെ സാക്ഷിയാക്കിയാണ് എൻ്റെ കഴുത്തിൽ ദേവൻ താലി ചാർത്തിയത്. ആ താലി ചാർത്തിയതിനു ശേഷം ഒരു എഗ്രിമെൻ്റ് എഴുതിയായിരുന്നു. അനന്യ പുച്ഛത്തോടെ ചോദിച്ചു. ഗൗരി ഒരു ഞെട്ടലോടെ അത് കേട്ടു. എഴുതിയിട്ടുണ്ട്. അത് ഞങ്ങൾ തമ്മിലുള്ള കരാറാണ്. അത് ദേവൻ കീറിക്കളയുകയും ചെയ്തു. ഗൗരി തറപ്പിച്ചു പറഞ്ഞു. അതിന് ദേവന്റെ കയ്യിൽ കിട്ടിയാലല്ലേ ദേവൻ അത് കളയുകയുള്ളൂ. ഗൗരി സംശയത്തോടെ അവളെ തന്നെ നോക്കി. നീ നോക്കണ്ട, ആ കരാർ ഞാനിങ്ങ് എടുത്തു. അനന്യ, മര്യാദക്കത് ദേവന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കുന്നതാണ് നിനക്ക് നല്ലത്. കൊടുക്കാം, പക്ഷേ ഇപ്പോഴല്ല. ആ എഗ്രിമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്ന അന്ന്. ചുമ്മാ കൊടുക്കില്ല, നിന്നെ ഇറക്കി വിട്ടിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ.